നമസ്കാരം. തുടർച്ചയായ വംശഹത്യയിലൂടെയും ഉപരോധത്തിലൂടെയും പലസ്തീൻ കുഞ്ഞുങ്ങളുടെ ജീവിതം നരകതുല്യമാക്കുകയാണ് ഇസ്രായേൽ. കടുത്ത പട്ടിണിക്ക് പിന്നാലെ ഗാസയിലെ കുഞ്ഞുങ്ങൾ കടുത്ത പോഷകാഹാരക്കുറവ് മൂലം ദുരിതം അനുഭവിക്കുകയാണെന്ന് ഗസ മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഗാസയിൽ ഭക്ഷണമില്ലാതെ 1.1 ദശലക്ഷം പേരാണ് ദിവസേന പട്ടിണി കിടക്കുന്നത്. ഇതിൽ പോഷകാഹാരക്കുറവ് മൂലം 65,000-ലധികം കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നു. ഗാസയിൽ ലക്ഷക്കണക്കിന് പേരാണ് ദിവസവും പട്ടിണി കിടക്കുന്നത്. എന്നാൽ ഇത് ഗുരുതരമായ പോഷകാഹാരക്കുറവിലേക്ക് നയിക്കുകയാണ്. ഇസ്രായേൽ സിവിലിയന്മാർക്കെതിരായ യുദ്ധ ആയുധങ്ങളായി പട്ടിണിയെ ഉപയോഗിക്കുകയാണെന്നും ഇത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഗസ മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തുന്നു. അതിർത്തികൾ തുടർച്ചയായി അടച്ചിടുന്നത് മൂലം ഗസയിലെ കുഞ്ഞുങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. യുദ്ധത്തിന് പുറമെ മാനുഷിക ദുരന്തത്തിന് കൂടിയാണ് ഗാസ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഭക്ഷണം, മരുന്ന്, ശുദ്ധജലം എന്നിവയുടെ അഭാവം മൂലം ലക്ഷക്കണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും ജീവൻ തന്നെ അപകടത്തിലായതായും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലാണെന്നും മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തി. മാനുഷിക സഹായം, പോഷകാഹാര സപ്ലിമെന്റുകൾ, മരുന്നുകൾ എന്നിവ അടിയന്തരമായി ലഭ്യമാക്കുന്നതിന് ഗാസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടനടി തുറക്കണമെന്നും ആവശ്യപ്പെട്ടു. മാർച്ച് 2-നായിരുന്നു വെള്ളം, ഭക്ഷണം, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ മാനുഷിക സഹായങ്ങളും നിഷേധിച്ച് ഗാസയുടെ അതിർത്തികൾ അടച്ചുപൂട്ടുന്നതിനായി ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെക്കാൾ 4 ഇരട്ടി കൂടുതലാണ് ഗാസയിലെ ഇപ്പോഴത്തെ ഉപരോധമെന്ന് UNRWA പറഞ്ഞു. 1.5 വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചപ്പോൾ 2 ആഴ്ചത്തെ ഉപരോധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശം ഉപരോധം തുടങ്ങിയിട്ട് 2 മാസം പിന്നിടാറായെന്ന് UNRWAയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ജൂലിയറ്റ് ടൗമ UN വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആശുപത്രികളിലും ക്ലിനിക്കുകളിലും അവശ്യ വസ്തുക്കളുടെ കുറവ് കാരണം രോഗികൾക്കും വൈദ്യസഹായം ലഭിക്കുന്നില്ലെന്ന് ടൗമ പറയുന്നു. ഭക്ഷണവും ദുരിതാശ്വാസ സംവിധാനങ്ങളും ആയുധമാക്കപ്പെടുന്നതിനാൽ വിശപ്പും നിരാശയും പടരുന്നു. ഗാസ നിരാശയുടെ നാടായി മാറിയിരിക്കുന്നു, അവർ പറഞ്ഞു. അതേസമയം UN ഏജൻസിയുടെ പക്കലുണ്ടായിരുന്ന ഭക്ഷ്യമാവ് തീർന്നു പോയതും അവസാനത്തെ ഭക്ഷ്യ പാക്കറ്റും വിതരണം ചെയ്തെന്നും UNRWA ഉദ്യോഗസ്ഥൻ പറയുന്നു. മാർച്ച് 18-ന് ഇസ്രായേൽ വെടിനിർത്തൽ പിൻവലിച്ചതിനു ശേഷം രക്തരൂക്ഷിതവും തുടർച്ചയായതുമായ വ്യോമാക്രമണത്തിലൂടെ ഗാസ മുനമ്പിലുടനീളം ആയിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ സൈന്യം വംശഹത്യ ആരംഭിച്ചത്. ഇതിനോടകം 51,000 പേർ കൊല്ലപ്പെടുകയും 1,16,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 14,000-ലധികം പേർ ഇപ്പോഴും കാണാമറയത്താണ്. മാർച്ച് 2-ന് ഇസ്രായേൽ ഗാസയിൽ ഏർപ്പെടുത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധത്തിന് ശേഷം 23 ലക്ഷത്തോളം വരുന്ന നിവാസികൾക്ക് ഭക്ഷണമോ വൈദ്യസഹായമോ എത്തിയിട്ടില്ലെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം 2 മാസത്തെ വെടിനിർത്തൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവസാനിപ്പിച്ച് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്തു. വിഷയത്തിൽ മുൻഗണനാടിസ്ഥാനത്തിലും അടിയന്തരമായും നിർദ്ദേശം നൽകാൻ ഐക്യരാഷ്ട്രസഭ ICJയെ ചുമതലപ്പെടുത്തിയിരുന്നു.